ഇപ്പൊ ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന മൂവി കണ്ടു. അപ്പോൾ ഓവറോൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആസ് എ മാർവൽ ഫാൻ. അത് മാത്രമല്ല ഈ ഒരു ചിത്രം നല്ലൊരു ഗുഡ് തിയേറ്റർ വാച്ച് ആയിരുന്നു. അതുപോലെ തന്നെ ഫൺ ഉണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളും സീക്വൻസുകളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ചിത്രമാണ്. അപ്പോൾ ഇത് MCUലേക്കുള്ള ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒരു ഇൻട്രൊഡക്റ്റീവ് മൂവിയാണ് ശരിക്കും. ഇതിൽ നിന്നാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഇറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോറൊക്കെ സെപ്പറേറ്റ് ഫ്രാഞ്ചൈസ് പോലെ ഇറക്കിയിരുന്നത്. ഇപ്പോഴാണ് MCUലേക്ക് ഇവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇത് റീകാസ്റ്റ് ചെയ്തിട്ട് പഴയ ആൾക്കാരല്ല, പുതിയ ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. പണ്ട് ഇറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോറിന് വീണ്ടും റീകാസ്റ്റ് ചെയ്തിട്ടുള്ളത് 15 ചിത്രം ഇറക്കിയിരുന്നു. അതും ഫ്ലോപ്പ് ആയിരുന്നു. അതും വളരെ വർക്കായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് അത്യാവശ്യം നന്നായിട്ട് അവര് കാസ്റ്റ് ഒക്കെ അടിപൊളിയാക്കിയിട്ട് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലെ കാസ്റ്റിലോട് വരാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആയിട്ട് ഇതിൽ പെഡ്രോ പാസ്കലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻവിസിബിൾ വുമൺ ആയിട്ട് വനേസ ഗർബി, ജോസഫ് പിന്നാണ് ഇതിൽ ഹ്യൂമൻ ടോർച്ച് ചെയ്യുന്നത്. അതുപോലെ ജൂലിയ ഗാർണർ ആണ് ഇതിൽ സിൽവർ സർഫർ. അപ്പോ ഇതൊക്കെയാണ് കാസ്റ്റ് പ്രധാനം എടുത്ത് പറയേണ്ടത്. പിന്നെ ഇപ്പൊ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഞാൻ പറഞ്ഞില്ല MCUക്കുള്ള ഇൻട്രൊഡക്ഷൻ ആണിത്. അപ്പൊ ഇവരെ ഒറിജിനൽ സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. ഒറിജിനൽ സ്റ്റോറി ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഓൾമോസ്റ്റ്. ലൈക്ക് മീൻസ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് ഇറങ്ങിയ പാർട്സിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് എന്താണ് ഒറിജിനൽ സ്റ്റോറി എന്ന്. അപ്പൊ അതുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്. പിന്നീട് മുന്നോട്ടുള്ളവരെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ച് ലൈക്ക് സിൽവർ സർഫർ വരുന്നതും പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ട്രെയിലർ കണ്ടുണ്ടാവും. ഇവർക്ക് ഒരു കൊച്ചുണ്ടാവുന്നത് ഈ പറഞ്ഞ പോലെ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന് ഇൻവിസിബിൾ വുമനും കൂടിയിട്ടുണ്ടാവുന്ന കുട്ടിയാണ് ഈ ഫ്രാങ്ക് റിച്ചാർഡ്സ്. ഈ ഫ്രാങ്ക് റിച്ചാർഡ്സിന്റെ പ്രത്യേകത വെച്ചാൽ അത് അത്യാവശ്യം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മളെ കോമിക്സ് വായിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ക്യാരക്ടറിന്റെ പവർ എന്താണെന്നുള്ളത്. കാരണം കോസ്മിക് ലെവലിൽ നല്ല പവർ ഉണ്ട്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഇതിൽ ഗലാക്ടസ് പറയുന്നുണ്ട് ഗലാക്ടസിനെ റീപ്ലേസ് ചെയ്യാൻ മാത്രം പവറുള്ള ഒരു ക്യാരക്ടറാണ് ഈ പറഞ്ഞ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് എന്നുള്ളത്. അപ്പോ ഈ ഒരു ചിത്രത്തിൽ ഞാൻ പറഞ്ഞില്ല, ഈ ചിത്രത്തിലെ ഒരു അഡ്വാൻറ്റേജ് പണ്ടുണ്ടായിരുന്ന ഫാന്റാസ്റ്റിക് ഫോറിൽ ഇപ്പൊ ഈ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന്റെ ക്യാരക്ടർ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ശരിക്കും അയൺമാന്റെ ഒക്കെ പോലെ തന്നെ ബ്രില്യന്റ് ഉള്ള ക്യാരക്ടറാണ് ശരിക്കും കോമിക് ബുക്കിൽ. പക്ഷെ ആ ചിത്രത്തിൽ കൂടുതലും അയാളുടെ സ്ട്രക്ചബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെ ഫീൽ ചെയ്തത്, അയാളുടെ ബ്രില്യൻസിനേക്കാൾ കൂടുതൽ. പക്ഷെ ഈ ചിത്രത്തിൽ ഇയാളുടെ ഇന്റലിജൻസിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇനി സൂസ്റ്റോമിന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഇൻവിസിബിൾ വുമന്റെ മറ്റേ പടത്തിൽ ജെസിക്ക ആൽബൻ ചെയ്തിട്ടുള്ളത് അത് പക്ഷെ ഈ പറഞ്ഞ ഒരു ഗ്ലാമറസ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ആളുടെ ലുക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെ ഫീൽ ചെയ്തത്. ആ ഒരു പവറിന് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അത്ര നല്ലൊരു ആർക്ക് കൊടുക്കാത്ത പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഈ ചിത്രത്തിൽ വനേസ ഗർബിയുടെ ക്യാരക്ടർ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഹ്യൂമൻ ടോർച്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ക്രിസ് ഇവാൻസിന് ഹ്യൂമൻ ടോർച്ച് ഇഷ്ടപ്പെട്ടത് അത് ചിലപ്പോൾ ക്രിസ് ഇവാൻസിനോടുള്ള ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ടായിരിക്കാം. ഇതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ ആക്ടിംഗ് വൈസോ ക്യാരക്ടർ വൈസോ ഒന്നും ഒരു പ്രശ്നമല്ല, നല്ല ക്യാരക്ടറിനായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ക്രിസ് ഇവാൻസിന്റെ ഹ്യൂമൻ ടോർച്ചിനായിരുന്നു. പിന്നെ ദ തിങ് അല്ലെങ്കിൽ ബെന്നിന്റെ ക്യാരക്ടർ പണ്ടത്തെ ഇതിൽ ഒരു കോമഡി പീസ് പോലെ ആക്കിക്കണമെങ്കിൽ ഇതിൽ അത്യാവശ്യം ഒരു ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് അതുപോലെ തന്നെ ഹ്യൂമൻ ടോർച്ചും ഈ ബെന്നും തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ രസം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ അറിയാലോ ഇതിൽ മെയിൻ വില്ലനായിട്ട് വരുന്നത് ഗലാക്ടസ് ആണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഫ്രാങ്ക് റിച്ചാർഡ്സ് എന്നുള്ള ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഈ യൂണിവേഴ്സിലേക്ക് അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള ക്യാരക്ടറാണത്. ഇനി ഇവരെന്ത് കാണിക്കുന്ന അറിയില്ല. കാരണം ഇതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ അത് കാങ്ങിന്റെ ക്യാരക്ടറെ കൊണ്ടുപോയിട്ട് തൊലച്ചതാണ്. അതുപോലെ ഇത് തൊലക്കുമെന്ന് അറിയില്ല. ഈ ഫ്രാങ്ക് റിച്ചാർഡ്സിന്റെ ക്യാരക്ടർ അത്യാവശ്യം ഭയങ്കര പവർഫുൾ ആണ്. പിന്നെ പറയാനുള്ളത് ഇതില് കുറച്ച് ഒരു ക്യാമിയോ ഉണ്ട്. എന്താന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും മിഡ് ക്രെഡിറ്റ് സീൻ ഉണ്ട് ഇതിൽ. അപ്പൊ അതിലാണത് കാണുക ക്യാമിയോ എന്താന്നുള്ളത്. അത് അത്യാവശ്യം ഭയങ്കരമായിട്ട് ആ ഒരു സീന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരമുള്ളൂ, പക്ഷെ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ ക്രെഡിറ്റ് വെറുതെ മറ്റേ നമ്മൾ എപ്പോഴുള്ള കൊടുക്കുന്ന പോലെ എൻ ക്രെഡിറ്റാ കൊടുത്തിരിക്കുന്നത്. ഒരു കോമഡി ആയിരുന്നത്, വെറുതെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ മിഡ് ക്രെഡിറ്റ് സീന് മിസ്സാക്കരുത്, കണ്ടുനോക്കുക. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണാവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ്. അപ്പോൾ നിങ്ങൾ മാർവൽ ഫാൻ ആണെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്കുള്ള സാധനം ആ ഒരു മിഡ് ക്രെഡിറ്റ് സീൻ തന്നെ മതിയാവും ആ ഒരു എക്സൈറ്റ്മെന്റിന്. പിന്നെ ബാക്കി ചിത്രമൊക്കെ ഞാൻ നോർമൽ ഒരു ഫാന്റാസ്റ്റിക് ഫോർ ചിത്രം പോലെ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആണ്. ക്യാരക്ടേഴ്സിന്റെ ആർക്ക് നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പോയി കണ്ടു നോക്കാം, നല്ലൊരു സിനിമയാണ്. ഇനി നിർബന്ധമൊന്നുമില്ല പോയി കാണണമെന്ന്, പക്ഷെ കണ്ടു നോക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് അതിലൊരു നഷ്ടം തോന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും നഷ്ടം തോന്നാൻ ചാൻസ് ഇല്ല. പിന്നെ മാവൽ ഫോളോ ചെയ്യാത്തവർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. മാവൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടുക. അപ്പൊ സിനിമ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീണ്ടും കാണാം. ബൈ.